വാഗമണ്ണിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ മനോഹരമായ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇടുക്കി ജില്ലയിലെ പുള്ളിക്കാനം എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരു പറ്റം തേയിലത്തൊഴിലാളികളും അതിനോട് ചേർന്നൊരു ഫാക്ടറിയും ഒക്കെ ആയിട്ട് ഒരു മനോഹരമായ കൊച്ചു ഗ്രാമത്തിൽ നമ്മൾ ഇന്നത്തെ ദിവസം ചിലവഴിക്കാനായിട്ട് പോകും. അങ്ങനെ പുള്ളിക്കാനത്തെ വളരെ മനോഹരമായ സ്ഥലമായിട്ടുള്ള കാരുണ്യഗിരി ആശ്രമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ നമുക്ക് വേണ്ടി റീന ചേച്ചിയും മനോജ് ചേട്ടനും ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാനായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മുടെ ഗൈഡായിട്ട് മുന്നേ പോകുന്നത് ഫ്രൂട്ടോ എന്ന് പറയുന്ന പട്ടിക്കുട്ടിയാണ്. മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടവും അതുപോലെ തന്നെ പഴത്തോട്ടവും ഒക്കെ ആയിട്ട് ഈ ആശ്രമത്തിൻ്റെ ചുറ്റുപാടും കാണാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുറച്ച് ദൂരം നടക്കാനുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു പോവുകയാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 1 കിലോമീറ്ററോളം നടന്ന് പുള്ളിക്കാനം വ്യൂ പോയിന്റിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. കൊള്ളാം, അടിപൊളിയല്ലേ, മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് പുള്ളിക്കാനം വ്യൂ പോയിന്റ്. അതാ വാഗമൺ വഴി അതാ വെള്ളിയോളമില്ലേ ആ പോലത്തെ ഓഡിറ്റോറിയാണ്. അതല്ലേ. പുള്ളിക്കാനം വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം ഇവിടെ നിന്ന് വാഗമണ്ണിൻ്റെ മലകളും കാണാം. അതുപോലെ തന്നെ ആ കാണുന്ന ഇലീക്കക്കല്ല് മലയില്ലേ, കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇലീക്കക്കല്ല്, അതിൻ്റെ പുറവശത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ, ആ മനോഹരമായിട്ടുള്ള മലയും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് ഇച്ചിരി കുറച്ച് തണുപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മനോഹരമായതിനെ, എങ്കിലും കുഴപ്പമില്ല, കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഏകദേശം 11 മണിയോടുകൂടിയാണ് ഇവിടുത്തെ. കണ്ടോ, ഇവിടെ 11 മണിയായിട്ടും അധികം വെയിലൊന്നുമില്ല, എങ്കിലും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇതുപോലുള്ള കുറച്ച് റിസ്ക്കൊക്കെ നമുക്ക് എടുക്കണം ഈ വ്യൂ പോയിൻ്റ് കാണാനായിട്ട്. എങ്കിലും നമ്മുടെ കൂടെ ഫ്രൂട്ടോ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അവൻ ഭയങ്കര കെയറിങ് ആയിരുന്നു. നമ്മുടെ ഓരോ നടത്തവും അവൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ കുഴിയൊക്കെ കാണിച്ച് തന്നിട്ടായിരുന്നു അവൻ നമുക്ക് മുന്നിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ലാതെ നമ്മൾ തിരിച്ച് കയറി പോന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാനം. അതുകൊണ്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പുള്ളിക്കാനം വ്യൂ പോയിൻറ്റും പുള്ളിക്കാനത്തെ ആ ഒരു ഗ്രാമഭംഗിയും. നമ്മൾ വന്ന റോഡൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ, വളരെ മനോഹരമായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ഇടുക്കി ജില്ലയുടെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പുള്ളിക്കാനം. ഏകദേശം 1:30 നമ്മുടെ പുള്ളിക്കാനത്തെ മനോഹരമായ പുള്ളിക്കാനം വ്യൂ പോയിൻറ്റും കണ്ട് തിരിച്ചിറങ്ങി വീണ്ടും ഒരു 3 മണിയായപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു പോവുകയാണ്. ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ റൂട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കണ്ട മലകളൊക്കെ ഇവിടെ ഈ റൂട്ടിലൂടെ കാണാം. വാഗമണ്ണിൽ നിന്നും മുറിഞ്ഞുകല്ല് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ട് ചോദിച്ചു വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വഴി വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ വഴിയൊക്കെ വരികയാണെങ്കിൽ എന്തായിട്ടും ഉറപ്പായിട്ട് ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ പോവുക.